തേനീച്ച ആക്രമണത്തിൽ തോട്ടം തൊഴിലാളികൾക്ക് പരിക്ക്. അയ്യമ്പുഴ കാലടി പ്ലാന്റേഷൻ 16-ാം ബ്ലോക്കിൽ ഇന്ന് രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തൃശൂർ എക്സൈസ് ഡിവിഷന്റെയും വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷന്റെയും നേതൃത്വത്തിൽ സംയുക്ത റെയ്ഡ് സംഘടിപ്പിച്ചു. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ CK സജികുമാർ, വാഴച്ചാൽ വനം ഡിവിഷണൽ ഓഫീസർ IS സുരേഷ് ബാബു എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രത്യേക റെയ്ഡ് സംഘടിപ്പിച്ചത്. സംസ്ഥാനത്ത് വേനൽ ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ മുതൽ 3 ദിവസത്തേക്ക് മുഴുവൻ ജില്ലകളിലും വേനൽ മഴയ്ക്ക് സാധ്യത, ഗ്രീൻ അലർട്ടും പ്രഖ്യാപിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. തേനീച്ച ആക്രമണത്തിൽ തോട്ടം തൊഴിലാളികൾക്ക് പരിക്ക്. അയ്യമ്പുഴ കാലടി പ്ലാന്റേഷൻ 16-ാം ബ്ലോക്കിൽ ഇന്ന് രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. ഗുരുതരമായി പരിക്കേറ്റ അയ്യമ്പുഴ കുറ്റിയിൽ അനിൽകുമാർ ഭാര്യ ഷീബയെ ചാലക്കുടിയിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലക്കുടിയിൽ തോട്ടം തൊഴിലാളികൾക്ക് തേനീച്ചയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. ഇന്ന് രാവിലെയാണ് സംഭവം. തൊഴിലാളികളായ ബിജു, ആശാമോൾ, സോബി, അഭിലാഷ് എന്നിവർക്കും പരിക്കേറ്റിട്ടുണ്ട്. റബ്ബർ ടാപ്പിംഗ് കഴിഞ്ഞ് ഷെഡിലിരുന്ന് കഞ്ഞി കുടിക്കുന്നതിനിടെയാണ് തേനീച്ചയുടെ ആക്രമണമുണ്ടായത്. പനയുടെ മുകളിലുണ്ടായ തേനീച്ചക്കൂട് പരുന്ത് ആക്രമിച്ചതോടെയാണ് തേനീച്ചക്കൂട്ടം ഇളകി തൊഴിലാളികളെ ആക്രമിച്ചത്. മീഡിയ ടൈം, ചാലക്കുടി. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തൃശൂർ എക്സൈസ് ഡിവിഷന്റെയും വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷന്റെയും നേതൃത്വത്തിൽ സംയുക്ത റെയ്ഡ് സംഘടിപ്പിച്ചു. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ CK സജികുമാർ, വാഴച്ചാൽ വനം ഡിവിഷണൽ ഓഫീസർ IS സുരേഷ് ബാബു എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രത്യേക റെയ്ഡ് സംഘടിപ്പിച്ചത്. അതിരപ്പള്ളി, പെരിങ്ങൽകുത്ത്, കണ്ണൻകുഴി, വാച്ചുമരം എന്നീ വനാതിർത്തികളിലാണ് പ്രത്യേക റെയ്ഡ് സംഘടിപ്പിച്ചത്. കൊല്ലത്തിരുമേട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആൽബിൻ ആന്റണി, ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ റിനു മാത്യു, കൊല്ലത്തിരുമേട് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ശശികുമാർ, ചാലക്കുടി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KK രാജു, കൊല്ലത്തിരുമേട് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ KB വിജിത് കുമാർ എന്നിവർ നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് നടത്തിയ റെയ്ഡിൽ പങ്കെടുത്തു. ഇതിനോടനുബന്ധിച്ച് വാച്ചുമരം, വാഴച്ചാൽ, പോത്തുപാറ, തവളക്കുഴിപ്പാറ, പൊകലപ്പാറ, പെരിങ്ങൽകുത്ത് എന്നീ ഉന്നതികളിൽ സന്ദർശനം നടത്തി. വാഹന പരിശോധനയും നടത്തി. മീഡിയ ടൈം, ചാലക്കുടി. സംസ്ഥാനത്ത് വേനൽ ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ മുതൽ 3 ദിവസത്തേക്ക് മുഴുവൻ ജില്ലകളിലും വേനൽ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗ്രീൻ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയം, കൊല്ലം, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. താപനില ഉയരുന്ന സാഹചര്യമാണെങ്കിലും ചില ജില്ലകളിൽ വേനൽ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും അറിയിപ്പുണ്ട്. ഇന്ന് വയനാട്, കണ്ണൂർ ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. നാളെ മുതൽ 3 ദിവസത്തേക്ക് മുഴുവൻ ജില്ലകളിലും വേനൽ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴയ്ക്ക് സാധ്യതയുള്ള ജില്ലകളിൽ ഇടിമിന്നൽ ജാഗ്രതയും സൂര്യതാപം, നിർജ്ജലീകരണം എന്നിവ ഒഴിവാക്കാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. പകൽ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെ വെയിലേൽക്കുന്നത് ഒഴിവാക്കുന്നതാണ്. ദാഹമില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കണം. കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം. പുറത്തു പോകുമ്പോൾ കുട, പാദരക്ഷകൾ എന്നിവ ഉപയോഗിക്കണമെന്നും ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. പൂരം എഴുന്നള്ളിപ്പിൽ റോബോട്ടിക് ആനകളെ അണിനിരത്തിയത് വേറിട്ട കാഴ്ചയായി. ചെവികളാട്ടിയും തുമ്പിക്കൈ ഉയർത്തിയും സാക്ഷാൽ കരിവീരന്മാരെ വെല്ലുന്ന 3 തലയെടുപ്പുള്ള റോബോട്ടിക് ആനകളാണ് ഉത്സവത്തിൽ പങ്കാളികളായത്. കൊടകര തേശ്ശേരി ചീക്കാമുണ്ടി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പള്ളിവേട്ട ഉത്സവത്തിനോടനുബന്ധിച്ച് നടന്ന പൂരം എഴുന്നള്ളിപ്പിനാണ് 3 റോബോട്ടിക് ആനകളെ അണിനിരത്തി എഴുന്നള്ളിപ്പ് നടന്നത്. ക്ഷേത്രം വക റോബോട്ടിക് ആനയായ തേശ്ശേരി അനന്തപത്മനാഭൻ തിടമ്പേറ്റി. ആനയിടഞ്ഞുള്ള അപകടാവസ്ഥ ഒഴിവാക്കാനും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർക്ക് ഭയമില്ലാതെ പൂരം എഴുന്നള്ളിപ്പ് കാണാൻ അവസരമൊരുക്കാൻ ലക്ഷ്യമിട്ടാണ് റോബോട്ടിക് ആനകളെ അണിനിരത്തി എഴുന്നള്ളിപ്പ് ഒരുക്കിയതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. നമസ്കാരം. ഞങ്ങളുടെ ക്ഷേത്രത്തിൽ കാലങ്ങളായിട്ട് 3 ആനയെ എഴുന്നള്ളിക്കുന്ന പതിവാണ് ഉണ്ടായിരുന്നത്. ആ 3 ആനയിൽ മിക്കവാറും എല്ലാ കൊല്ലങ്ങളിലും ഒരാനെങ്കിലും പ്രശ്നം ഉണ്ടാക്കാറുണ്ട്.
അപ്പോൾ നമുക്കുണ്ടാകുന്ന മനപ്രയാസം പറയാൻ പറ്റാത്തത്ര വലുതാണ്. ആരും എല്ലാം ഇൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ക്ഷേത്രാധികാരികൾക്ക് അവരുടെ ഭർത്താവിനെയോ അച്ഛനെയോ മകനെയോ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് പൈസ കിട്ടുന്നതുകൊണ്ട് ആ കുടുംബനാഥം ഉണ്ടാവില്ലല്ലോ. അത്രയുമുള്ള വിഷമത്തിൻ്റെ ഒരു അവസാനമാണ് പെറ്റ സംഘടന നമുക്കൊരു ആനയെ സ്പോൺസർ ചെയ്തത്. ഇപ്പോൾ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ഇതുപോലെ അവർ സ്പോൺസർ ചെയ്ത് നൽകിയിട്ടുണ്ട്, സമർപ്പണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 2 ആനകളും നമുക്ക് കിട്ടിയ സമർപ്പണം ചെയ്ത ഈ ആനയുമാണ് ഇപ്പോൾ ഇവിടെ 3 ആനകളുള്ളത്. വരും വർഷങ്ങളിൽ മറ്റു ക്ഷേത്രങ്ങളും ഈ മാതൃക പിന്തുടരണമെന്നാണ് തങ്ങളുടെ ആഗ്രഹമെന്നും ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. സ്റ്റീൽ ഫ്രെയിമിൽ സ്പോഞ്ച്, റബ്ബർ, ഫൈബറും കൂട്ടിയാണ് ആനയുടെ നിർമ്മാണം. ചെവികൾ, വാൽ, കണ്ണുകൾ, തുമ്പിക്കൈ എന്നിവ യന്ത്രസഹായത്തോടെ ചലിപ്പിക്കാനും കഴിയും. ചക്രങ്ങളുള്ള പ്ലാറ്റ്ഫോമിൽ ഉറപ്പിച്ചിട്ടുള്ള റോബോട്ടിക് ആനയെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റാനും എളുപ്പമാണ്. യന്ത്രാനകളെ തൊടാനും ചിത്രങ്ങൾ പകർത്താനും സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേരാണ് എത്തിയത്. മീഡിയ ടൈം, കൊടകര. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. KPSTA കൊടുങ്ങല്ലൂർ മാള ഉപജില്ലാ സംയുക്ത അധ്യാപക ശില്പശാല മാളയിൽ നടന്നു. KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാജു ശില്പശാല ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഇവിടുത്തെ പാവപ്പെട്ട ജോലിക്കാർക്കും അധ്യാപകർക്കും അതുപോലെ സാധാരണക്കാർക്കുമാണ്. CPM എന്ന സംഘടനയിൽപ്പെട്ടവർക്കൊന്നും ഈ 10 വർഷം പാഴായി പോയില്ല. അവരുടെ ഒരു സുവർണ കാലഘട്ടമായിരുന്നു. കാരണം മാള കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ നമുക്കറിയാം 10 വർഷമായി യാതൊരു വികസനവും നടന്നിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ അധ്യാപക മേഖലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് വിഷയങ്ങളുമായിട്ട് 10 വർഷം ഞങ്ങളുടെ സംഘടന പ്രതിരോധത്തിലായിരുന്നു. സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ എത്രയോ പ്രാവശ്യം സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. KPSTA റവന്യൂ ജില്ലാ പ്രസിഡന്റ് CJ ദാമു അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ UDF സ്ഥാനാർത്ഥി OJ ജനീഷിന് സ്വീകരണം നൽകി. സെക്രട്ടറി അജി, കൊടുങ്ങല്ലൂർ ജില്ലാ പ്രസിഡന്റ് KM ലിജി, സുരേഷ് കുമാർ TS, ഷിജി ശങ്കർ, മുഹമ്മദ് റാഫി, ജെമി ജോസ്, ജിൻസൺ, സൂരജ് PS എന്നിവർ സംസാരിച്ചു. അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക ഹൈസ്കൂളിൽ സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു. മുൻ സന്തോഷ് ട്രോഫി ജേതാവും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹെഡ് കോച്ചുമായിരുന്ന TG പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. All related to sports, the sports ആണ്. സ്പോർട്സിൽ പറഞ്ഞ കുട്ടികൾ എന്ന് പറഞ്ഞാൽ they need discipline, commitment and their attitude. എന്താ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യണ എൻ്റെ സ്പോർട്ടിനോടുള്ള കമ്മിറ്റ്മെന്റ്. ആറ്റിറ്റ്യൂഡ് എന്താ? അതോട് നിങ്ങൾ കാണിക്കുന്ന അറ്റാച്ച്മെന്റ്, അതോട് കാണിക്കുന്ന ആ ഒരു അറ്റാച്ച്മെന്റ്. പിന്നെ നിങ്ങൾക്ക് സ്പോർട്സിലൂടെ എന്ത് നേടാമെന്നുള്ളതിലും ചോദ്യം. ഒരു സ്പോർട്സ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ചെയ്തിട്ടുള്ള ആള് ഒരിക്കലും ജീവിതത്തിൽ നശിച്ചു പോവില്ല. സ്കൂൾ മാനേജർ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് US ജയലക്ഷ്മി, PTA പ്രസിഡന്റ് അഭിലാഷ്, സ്കൂൾ കായികാധ്യാപകൻ KS രാജേഷ് എന്നിവർ സംസാരിച്ചു. ഐക്യജനാധിപത്യ മുന്നണി UDF കുഴൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി സോണിയാഗിരി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കൂടെ പറയുന്നതിന് ഒരു ഉളുപ്പുമില്ലാത്ത മന്ത്രിമാരും ജനപ്രതിനിധികളും, ഇവർക്കൊരു മറുപടി കൊടുക്കാൻ കേരളം കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം. നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഇടതുപക്ഷ അനുഭാവികളിൽ പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. കാരണം അവർ വരെ ആഗ്രഹിക്കുന്നുണ്ട്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ ആഗ്രഹിക്കുന്നുണ്ട് UDF അധികാരത്തിലെത്തണമെന്ന്. അത്രമാത്രം വെറുത്തു പോയിരിക്കുന്നു ജനം ഈ സർക്കാരിനെ, ഈ സർക്കാരിൻ്റെ ധാർഷ്ട്യത്തെ, ഈ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അവർ നടത്തുന്ന ആഭാസങ്ങളെ. നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ അവരുടെ ഒരു പോസ്റ്ററുകൾ തന്നെ കാണുമ്പോൾ കഴിഞ്ഞ തവണ എന്തായിരുന്നു അവരുടെ പോസ്റ്റർ വന്നത്? LDF വരും, എല്ലാം ശരിയാകും. ഇത്തവണ എന്താ എല്ലാം ശരിയാക്കുമെന്ന് അവർക്ക് ധൈര്യപ്പെട്ട് പറയാൻ സാധിക്കാത്തത്? മണ്ഡലം പ്രസിഡന്റ് സാജു മണവാളൻ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി OJ ജനീഷ്, VA അബ്ദുൽ കരീം, സാജൻ കുടിയൻ, KK രവി നമ്പൂതിരി,
എ അഷ്റഫ്, സിൽവി സേവ്യർ, ഇ കേശവൻകുട്ടി, പോൾസൺ ഗോഡിയൻ, ഹക്കിം ഇക്ബാൽ, ജെയ്സൺ ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. മാള ചാലക്കുടി റേഞ്ച് ചെത്ത് തൊഴിലാളി യൂണിയൻ AITUC ജനറൽ ബോഡി യോഗം നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ മറ്റേത് വിഭാഗത്തിൽപ്പെട്ടവരെക്കാളും അതിൽ കുറച്ചുകൂടി മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ളവരാണ് തൊഴിലാളികൾ. നല്ല സ്വാഗതം പറയുന്നത് സൂചിപ്പിച്ചു. ഞാനതൊന്ന് സൂചിപ്പിച്ചത് മാത്രം. ഞാൻ ആദ്യം തെരഞ്ഞെടുപ്പിൻ്റെ കാര്യമല്ല പറയുന്നത്. ആദ്യം നമ്മുടെ തൊഴിൽ വ്യവസായ പ്രശ്നങ്ങളാണ്. ഇവിടെ പറഞ്ഞ പോലെ പ്രതിസന്ധിയാണ് എന്നൊരു വാചകം പറഞ്ഞാൽ മാത്രം പോരാ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മേഖലയാണ് കള്ളുചെത്ത് വ്യവസായ തൊഴിൽ മേഖല. പരമ്പരാഗതമായ തൊഴിലാണ്. തൊഴിൽ പല പല തലത്തിലുണ്ട്. നമ്മൾ ജീവിക്കാനായി പലതരം തൊഴിലെടുക്കുന്നുണ്ട്. സംഘടിതമായ മേഖലകൾ, വലിയ വ്യവസായ സ്ഥാപനങ്ങൾ, അതുപോലുള്ള വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതല്ലാതെ വളരെ അസംഘടിതരായി പണിയെടുക്കുന്നവരുമുണ്ട്. യൂണിയൻ പ്രസിഡന്റ് KM ലെനിൻ അധ്യക്ഷനായി. CC ബിപിൻ ചന്ദ്രൻ, AP വിദ്യാധരൻ, AV ഉണ്ണികൃഷ്ണൻ, AV അനിലൻ തുടങ്ങിയവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി SN വിദ്യാഭവൻ KG വിഭാഗം വിദ്യാർത്ഥികളുടെ കോൺവക്കേഷൻ സംഘടിപ്പിച്ചു. നാട്ടിക ശ്രീനാരായണ ഗുരു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ S ഷിബു ഉദ്ഘാടനം ചെയ്തു. SNE&C ട്രസ്റ്റ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് അധ്യക്ഷനായി. SNE&C ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി MS പ്രദീപ്, വൈസ് പ്രസിഡന്റ് രാജ്കുമാർ കരുവത്തിൽ, TS വിജയരാഘവൻ, PT സുരേഷ് ബാബു, ഡാനിഷ് കോലാന്ത്ര, SN വിദ്യാഭവൻ പ്രിൻസിപ്പൽ യാമിനി ദിലീപ്, അഡ്മിനിസ്ട്രേറ്റർ PV സുദീപ് കുമാർ, KG വിഭാഗം പ്രധാനാധ്യാപിക ലിനിയ അനിൽകുമാർ, KG വിഭാഗം അധ്യാപിക പ്രിയ സന്തോഷ്, വിദ്യാർത്ഥികളായ PA ആർദ്ര, സാൻവി കൊല്ലാറ, ജ്യോതിഷ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രീ പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ കുരുന്നുകൾക്ക് ബിരുദ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബിജു S ചിറേത്ത് കൊടകരയിലെ വിവിധയിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തി. CPIM നേതാക്കളായ PR പ്രസാദൻ, അൻവർ സാദിഖ്, KD അപ്പച്ചൻ, അമ്പിളി സോമൻ, KC ജെയിംസ് തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. NDA കൊടുങ്ങല്ലൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. 2020 ചെയർമാൻ സാബു ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. BJP മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ് അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ പ്രഭാരി അഡ്വക്കേറ്റ് MA വിനോദ്, AR ശ്രീകുമാർ, BDJS സൗത്ത് ജില്ലാ പ്രസിഡന്റ് PK രവീന്ദ്രൻ, ദിനിൽ മാധവ്, KR വിദ്യാസാഗർ, ജാൻസൺ, പ്രശാന്ത് ലാൽ, രശ്മി ബാബു, രവ്യ നിധിൻ തുടങ്ങിയവർ പങ്കെടുത്തു. UDF ചന്ദ്രാപിന്നി മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. DCC ജനറൽ സെക്രട്ടറി CC ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ PD സജീവ് അധ്യക്ഷനായി. നേതാക്കളായ സജയ് വൈനപ്പള്ളി, സുനിൽ P മേനോൻ, PS മുജീബ് റഹ്മാൻ, TK പ്രകാശൻ, PK ഹംസ, മൻസൂർ അന്താറത്തറ, ജോബി SN പുരം, ഉമറുൽ ഫാറൂഖ്, AK മുഹമ്മദ് ഹാജി, സാഹിർ, TA നസീമുദ്ദീൻ, ഷജിൽ ചന്ദ്രാപിന്നി, ഹരിദാസ് കൊച്ചിക്കാട്ട്, ബിഷ സത്യൻ, ഷിനി സതീഷ്, ഷഹന കാട്ടുപറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തേനീച്ച ആക്രമണത്തിൽ തോട്ടം തൊഴിലാളികൾക്ക് പരിക്ക്. അയ്യമ്പുഴ കാലടി പ്ലാന്റേഷൻ 16-ാം ബ്ലോക്കിൽ ഇന്ന് രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തൃശൂർ എക്സൈസ് ഡിവിഷന്റെയും വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷന്റെയും നേതൃത്വത്തിൽ സംയുക്ത റെയ്ഡ് സംഘടിപ്പിച്ചു. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ CK സജികുമാർ, വാഴച്ചാൽ വനം ഡിവിഷണൽ ഓഫീസർ IS സുരേഷ് ബാബു എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രത്യേക റെയ്ഡ് സംഘടിപ്പിച്ചത്. സംസ്ഥാനത്ത് വേനൽ ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ മുതൽ 3 ദിവസത്തേക്ക് മുഴുവൻ ജില്ലകളിലും വേനൽ മഴയ്ക്ക് സാധ്യത. ഗ്രീൻ അലർട്ടും പ്രഖ്യാപിച്ചു. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.